നമ്മുടെ ചാനലിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എരിശ്ശേരിയുടെ റെസിപ്പിയുമായിട്ടാണ്. ചേന മത്തങ്ങ എരിശ്ശേരിയാണ് ഞാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു. 500 ഗ്രാം മത്തങ്ങ തൊലിയും കുരുവും കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ 300 ഗ്രാം ചേന കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്നു. 1.5 കപ്പ് തേങ്ങ അരച്ച് ചേർക്കുന്നതിന് വേണ്ടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1.5 കപ്പ് തേങ്ങ വറുത്തിടുന്നതിന് വേണ്ടിയും എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉഴുന്ന്, 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക്. എരിവ് തീരെ കുറഞ്ഞ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവുള്ളതാണെങ്കിൽ ഒരെണ്ണം മതിയാവും. 4 വറ്റൽമുളക്, ആവശ്യത്തിന് കറിവേപ്പില, പിന്നെ ഉപ്പും വെളിച്ചെണ്ണയും. ആദ്യം തന്നെ എരിശ്ശേരിക്ക് വേണ്ട അരപ്പ് പ്രിപ്പയർ ചെയ്യാം. അതിനുവേണ്ടി പച്ചമുളക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ 1.5 കപ്പ് തേങ്ങ ആഡ് ചെയ്യാം. പിന്നെ കുരുമുളക് ഇട്ട് കൊടുക്കാം. ജീരകം ചേർക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് തരിതരിപ്പായിട്ട് അരച്ചെടുക്കാം. നല്ലവണ്ണം അരയണ്ട. നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചേനയും മത്തങ്ങയും വേവിച്ചെടുക്കാം. അതിനുവേണ്ടി ഒരു കുക്കർ എടുത്ത് അതിലേക്ക് ചേന ഇട്ട് കൊടുക്കാം. മത്തങ്ങ ആഡ് ചെയ്യാം. അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കുക്കർ അടച്ച് നമുക്ക് 3 വിസിൽ അടുപ്പിക്കാം. ഇനി ഒരു പാൻ സ്റ്റവിൽ വെച്ച് ഓണാക്കി പാൻ ചൂടായി കഴിയുമ്പോൾ 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ എടുത്തു വച്ചിരിക്കുന്ന ഉഴുന്നിട്ട് കൊടുക്കാം. ഉഴുന്നിൻ്റെ കളറൊന്ന് മാറിക്കഴിയുമ്പോൾ നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. മുളക് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടണം. അതിനുശേഷം നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന 1.5 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് തേങ്ങയൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. നന്നായിട്ട് കളർ ചേഞ്ച് ചെയ്ത് വന്നു കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ലോയിലേക്ക് മാറ്റി കൊടുക്കാം. കളർ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി ലോ ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് കൂടെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വറവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് സ്റ്റൗവിൽ നിന്ന് ഇത് മാറ്റിവെക്കാം. അല്ലെങ്കിൽ ഇത് വീണ്ടും കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. മൂന്ന് വിസിലിന് ശേഷം കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കാം. മത്തങ്ങയും ചേനയും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ സ്റ്റേജിൽ സ്റ്റൗ ഒന്ന് ഓണാക്കി കുക്കർ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് മത്തങ്ങയും ചേനയും ഒക്കെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. എല്ലാ കഷ്ണങ്ങളും ഉടയ്ക്കണമെന്നില്ല. കുറച്ച് കഷ്ണങ്ങൾ നമുക്ക് ഉടയ്ക്കാതെ തന്നെ കീപ്പ് ചെയ്യാവുന്നതാണ്.
ഇനി അതിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഈ അരപ്പൊന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഫ്ലെയിം മീഡിയത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ഉപ്പൊന്ന് നോക്കാവുന്നതാണ്. ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അരപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന വറവൽ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. വറവൽ ചേർത്തതിന് ശേഷം കുക്കറൊന്ന് അടച്ചു വെക്കാം. അതിൻ്റെ ഫ്ലേവറെല്ലാം നന്നായിട്ട് നമ്മുടെ എരിശ്ശേരിക്ക് പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഒരു 5 മിനിറ്റ് നേരത്തേക്ക് അടച്ചു വെക്കാം. 5 മിനിറ്റിന് ശേഷം കുക്കർ ഓപ്പൺ ചെയ്ത് നമ്മുടെ എരിശ്ശേരി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.